ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒത്തിരി നാളായി ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് അപ്പോൾ എനിക്കൊരു ലോങ് വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ പറയാണ്, നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു തട്ടിക്കൂട്ട് പരിപാടിയിലോട്ടാണ് പോകുന്നത് വെച്ചാൽ ഫസ്റ്റ് ഇവർ പറഞ്ഞ പാർക്കിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നന്നായിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവർ മാറ്റി പറഞ്ഞു, ബസ്സില്ല, ഇവിടാണ്, അതാണെന്നൊക്കെ പറഞ്ഞ് ഇവർ ഇതേ കോഴനാട് ഞാൻ വന്നിട്ടുള്ളതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ചിലർക്ക് അറിയാൻ പറ്റും കോഴനാട് എന്താണോ ഉള്ളത് എന്നൊക്കെ. അപ്പോൾ അവിടെ ആനകളാണോ ഉള്ളത്, പക്ഷെ എനിക്ക് ഇച്ചിരി ഇഷ്ടക്കുറവുണ്ട് അവിടെ വന്നതിൽ എന്നുവെച്ചാൽ ഒരു സ്ഥലത്ത് വന്ന സ്ഥലത്ത് ഇല്ല, ചിലർക്ക് അങ്ങനെയാണല്ലോ, വന്ന സ്ഥലത്ത് തന്നെ വന്നു എന്ന് പറയുമ്പോൾ. പക്ഷെ എനിക്ക് എന്നാലും കുഴപ്പമുണ്ടായില്ല. അപ്പം ഞങ്ങളിത് ആനക്കുട്ടന്മാരൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളിവിടെ വരികയാണ്. അപ്പം നിങ്ങൾക്ക് കുറേ ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആനക്കുട്ടന്മാരെ. ഉമ്മച്ചി ഈ ഷോർട്സിലൊക്കെ നിങ്ങൾ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടാവും. ചില കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണുക. അപ്പം നിങ്ങൾ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അവിടുത്തെ ആനക്കുട്ടന്മാർ ഭയങ്കര എനർജിക്കാണ്. അവർ അത്രയ്ക്കും കെയർ ചെയ്യുന്നു, അത്രയ്ക്കും തിന്നാൻ കൊടുക്കുന്നു. അതുകൊണ്ടാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു. ഭയങ്കര എനർജറ്റിക്കാണ്, ഭയങ്കര പവറോടുകൂടിയാണ് അവർ എന്തൊക്കെയോ സ്റ്റൈൽ കാണിക്കുന്നുണ്ട്. അവരുടെ ഭാഷയിലുള്ള ഇതായിരിക്കും, തല കുലുക്കി കാണിക്കുന്ന സ്റ്റൈലാണ് ഗൈസ്. അത് നിങ്ങൾ ഷോർട്സിൽ നോക്കി അറിയാൻ പറ്റും. പക്ഷേ എൻ്റെ കയ്യിൽ ചില ഭാഗങ്ങളില്ല കേട്ടോ ഗൈസ്. ചില ഭാഗങ്ങൾ ഷോർട്സിലാണ് ഉള്ളത്, അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഉത്സാഹം കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളത് പോയി കാണുക ഗൈസ്. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാരെന്ന് പറയുന്നത് ഭയങ്കര ഇതാട്ടോ ഗൈസ്, ഭയങ്കര കെയറിങ് ആണ്. പിന്നെ ആനക്കുട്ടന് ഒരു കൂടുണ്ട് കേട്ടോ ഗൈസ്. ഒരു കൂട് നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ടാവും, ഒരു മരത്തിൻ്റെ കൂട്. അതിന് വയസ്സായതാണെന്ന് തോന്നുന്നു, ഇച്ചിരി കുറുമ്പുണ്ടെന്ന് തോന്നുന്നു, കുറുമ്പ് അങ്ങനെ എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അങ്ങനെ കെട്ടൂലല്ലോ, അവർ ഫ്രീഡായിട്ട് ഇടൂലേ. അങ്ങനെ അത് ടെൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ചിലപ്പോൾ കയറിപ്പോകാൻ അതും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ കൂട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കൂട് കണ്ടിട്ടുണ്ടെങ്കിൽ കൂട് അവർക്കെന്തിനാന്നും കൂടി പറയാം. അപ്പോൾ ചേട്ടന്മാർ നല്ലവണ്ണമാണ് അവർ നോക്കുന്നത്. എനിക്ക് പല ജീവികളെയും പല മൃഗങ്ങളെയും ഞാൻ കണ്ടു. അവിടെ ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ അവിടെ നല്ല ഓക്സിജനും കിട്ടുന്നുണ്ട്. അതായത് കുറേ പ്ലാന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഓക്സിജൻ കിട്ടുന്നുണ്ട്. നിങ്ങൾ ആനക്കുട്ടന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾ കോഴനാട് എറണാകുളം ജില്ലയിലാണ് വരുന്നത്. എറണാകുളം ജില്ലയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ എറണാകുളം ജില്ലയിലാണ് വരുന്നത്, കോഴനാട്. അപ്പം നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് കോഴനാട് വന്ന് പോവുക കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അപ്പം എനിക്ക് ചെറുതായിട്ട് ഒരു ഇഷ്ടമുണ്ട്. അപ്പം ഉമ്മച്ചിയുടെ ഫ്രണ്ട്സായിട്ടാണ് പോണത്. ഇപ്പം ഇത് ഞങ്ങൾ നടുക്കാണ്. കുറേ പ്ലാന്റ്സ് ഉണ്ട് ഗൈസ്, അടിപൊളി പ്ലാന്റ്സ് ആണ് ഗൈസ്. അപ്പോൾ ഇതേപോലത്തെ ഇഷ്ടംപോലെ വീഡിയോസ് ഇനിയും വരും കേട്ടോ ഗൈസ്. അപ്പോൾ എൻ്റെ ഉമ്മച്ചിയുടെ കൂട്ടുകാരിയുടെ മോനാണത്. അപ്പോൾ ഞങ്ങൾ ഇതിൽ കൂടെ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കണ്ടു ഈ സംഭവം, കയറി ഇരുന്ന് കളിക്കാൻ പറ്റുന്ന ഒരു സംഭവം കണ്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ മേലോട്ട് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു മഴലക്ഷണം കണ്ടു. ഞങ്ങളുടെ വന്നതിൻ്റെ ഐശ്വര്യമായിരിക്കണമല്ലോ. അങ്ങനെ ചിലർ അവിടെ പോയി കയറിയിരിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ ഗൈസ്. അപ്പം ഞങ്ങളങ്ങനെ നടന്ന് അങ്ങ് പോയി. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു കേട്ടോ ഗൈസ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഷോർട്സിൽ കുറേ കാണാൻ പറ്റും. ഈ വീഡിയോയിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ഉമ്മച്ചിക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതാണ്. എൻ്റെ ഇത് ഫോൺ തട്ടി മേടിച്ചിട്ട് ഷോർട്സിലിടുന്ന ശീലമുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഷോർട്സിലെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഷോർട്സിൽ കാണാം. അപ്പോൾ ഈ ആനക്കുട്ടനും അപ്പുറത്തിരിക്കുന്ന ആനക്കുട്ടനാട്ടോ, നല്ല ഡാൻസ് ചെയ്യുന്ന ആനക്കുട്ടൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഷോർട്സിൽ, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണാം. അപ്പോൾ ഞങ്ങളിത് കുറച്ച് മഴ കൊണ്ട് അവിടെ കുറച്ച് നിൽക്കാനുള്ള സ്ഥലത്ത് പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടന്മാർ അവിടുത്തെ ജോലി കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരെ കെയറിങ് കൊണ്ടായിരിക്കാം അവർ ഇത്ര എനർജിക്കായിട്ട് നല്ല പവറോടുകൂടി അവർ നിൽക്കുന്നത്. അങ്ങനെ മഴ കഴിഞ്ഞു, നല്ല അടിപൊളി എന്ന് വെച്ചാൽ മഴ പെയ്തിട്ടും ഞങ്ങൾക്കൊരു ചൂടാണ് ഗൈസ്. എനിക്ക് മഴ പെയ്തിട്ടേ ചൂടാണ്. ഞാൻ മഴ നനയുകയും ചെയ്തു. മഴ നനഞ്ഞിട്ട് പോലും ചെയ്യാൻ
ചൂടാണ് ഗൈസ്. അപ്പം ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. നിങ്ങളെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ഈ ഫസ്റ്റ് തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല തെറ്റുകളും പല ധാരണകളും ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാവും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ എൻ്റെ ഉമ്മച്ചി സ്ലോ മോഷനിൽ നടക്കണ ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു. അതിനെ ഉമ്മച്ചി ഓടിപ്പോവാണ്. എന്ന് വെച്ചാൽ ഇറക്കമാണ്. അപ്പോൾ ഇറക്കത്തിൽ കൂടി ഇങ്ങനെ പെട്ടെന്ന് ഓടിപ്പോവാം. അപ്പോൾ അത് കുറേ ആൾക്കാർ വെക്കേഷനിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പിള്ളേർ, ഒരുപാട് കപ്പിൾസ്, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ വന്നു പോകുമ്പോൾ തന്നെ നമുക്കൊരു അവർ തന്നെ ഇഷ്ടംപോലെ കുറേ കാര്യങ്ങൾ നമ്മളോട് തന്നെ പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ ഒരു നമ്മുടെ ഒരു ഇതെന്ന് പറയാം, നമുക്കൊരു സന്തോഷം. അപ്പം അത് മഴയൊക്കെ കഴിഞ്ഞു. ഞങ്ങളൊരു ഇങ്ങനെ മരം കണ്ടു. എനിക്ക് കുറേ പൂക്കൾ, ഇങ്ങനെ എലാസ്റ്റിക് പൂക്കൾ, പേപ്പർ പൂക്കൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ പല രാജ്യത്തും പല കാര്യങ്ങളാണ് പറയുന്നത്. പേപ്പർ പൂക്കൾ, പല സാധനങ്ങളും പല പല പേരുകളാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പേരുണ്ടെങ്കിൽ ഒന്ന് പറയുക. നിങ്ങൾ കോഴിനാട് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം ഞങ്ങൾ പറയുമായിരുന്നു ഇനി അടുത്ത ഇതിൽ പോവാം അത് ഇതെന്നൊക്കെ. അപ്പോൾ അവരും കുശുകുശുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങളവിടെ മ്ലാവ് കണ്ടിട്ടുണ്ട് നിങ്ങൾ? മ്ലാവ്, ഈ പുള്ളിമാനുകൾ, ആനകൾ, അവരുടെ പേരുകൾ, അവർ വയസ്സ്, ഇതൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോൾ അവരുടെ പേരൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. അന്ന് വേറെ പേര്, അന്ന് അവരുടെ ഏജ് വേറെയായിരുന്നു. അപ്പം എൻ്റെ ഉമ്മച്ചി പറയാൻ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പം നിങ്ങളിത് ഞാൻ കാണിക്കൊണ്ട് തന്നെ ഇവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് ശ്രദ്ധിക്കാൻ പോയില്ല. അപ്പോൾ നിങ്ങൾ എന്താ എഴുതിയേക്കണമെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഭയങ്കര മഴയാണ് ഗൈസ്. ഞങ്ങൾ വന്നതിൻ്റെ ഐശ്വര്യമാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നു. അപ്പം ഞാൻ പലയിടത്തും പല രീതിയിലാണ് വീഡിയോസ് എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റേതായ ഇതുണ്ട്. അപ്പം നിങ്ങളത് ക്ഷമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞങ്ങളിത് അതിൽ കയറി ഇരിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ഞാൻ ഇരുന്നില്ല ഗൈസ്, അവരാണ് ഇരിക്കുന്നത്. അവരുടെ കൊച്ച് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് അവർ ഇരിക്കാൻ പോവുകയാണ്. ഇരുന്ന് അവർ സന്തോഷിക്കുകയാണ് അവിടെ ഇരുന്ന്. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എൻ്റെ ഫ്രണ്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കുകയാണ്, എന്തെങ്കിലും കമൻറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ സ്ഥലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയാണ്. നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഉമ്മീനെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. എൻ്റെ ഉമ്മീനെ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഉമ്മയാണ് എപ്പോഴും വീഡിയോ എടുക്കുന്നത്, എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്, എന്നെ എല്ലാം ചെയ്യിപ്പിക്കുന്നത് എൻ്റെ ഉമ്മയാണ്. ഉമ്മയില്ലാതെ മറ്റൊരാളില്ലല്ലോ ഈ ലോകത്ത്. അപ്പം നിങ്ങൾ എൻജോയ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കത്തിലാണ്. ഒരാൾക്ക് പോകണം, ഒരാൾക്ക് എവിടെയെങ്കിലും പോകണം എന്നുള്ള രീതിയിലാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അവൻ ഇച്ചിരി കുറുമ്പനാണ് ഓൾറെഡി. എന്നെ വീഡിയോ എടുക്കാനേ സമ്മതിച്ചിട്ടില്ല ഇടയ്ക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോയിൽ ചില തെറ്റിദ്ധാരണകളും ഇതൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കണം. എൻ്റെ വർത്തമാനത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് പരിചയമില്ല, അതുകൊണ്ടാണ്. ബൈ ബൈ, സീ യു.